നമസ്കാരം. കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ കണ്ണിൽ കരടായ ശശി തരൂരിനെ വിമർശിച്ചുകൊണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാവായ PJ കുര്യൻ എത്തുന്ന വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും വൈറലായി കഴിഞ്ഞു. PJ കുര്യന്റെ വാക്കുകൾ അംഗീകരിച്ചുകൊണ്ടും എന്നാൽ അംഗീകരിക്കാതെയും കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെ നിരവധി പേരുണ്ട് എന്ന് പറയാം. ശശി തരൂർ സാമാന്യ മര്യാദ കാണിക്കണമെന്നായിരുന്നു PJ കുര്യൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. എത്രയും വലിയ വിശ്വപൗരനാണെന്ന് പറഞ്ഞാലും MP ആക്കിയത് കോൺഗ്രസ് ആണെന്നുള്ള കാര്യം മറക്കരുത് എന്നും ഓർക്കണമെന്നും കുര്യൻ പറഞ്ഞു. അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിക്കണമായിരുന്നുവെന്നും പറയുന്നുണ്ട്. മോദിയുടെ തെറ്റുകളും തുറന്നു പറയാൻ തരൂർ തയ്യാറാകണമെന്നും പറയുന്നുണ്ട്. തരൂർ BJPയിലേക്ക് പോകുമെന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റപ്പെടുത്താനാകില്ല എന്നാണ് പറയുന്നത്. ഭീകരയ്ക്കെതിരായ ഇന്ത്യൻ നിലപാട് വിശദീകരിക്കാനുള്ള സർവകക്ഷി സംഘത്തിലേക്കുള്ള കേന്ദ്ര സർക്കാർ ക്ഷണം പാർട്ടിയോട് ആലോചിക്കാതെ സ്വീകരിച്ച ശശി തരൂരിനെ വിമർശിച്ചുകൊണ്ടാണ് KPCC അച്ചടക്ക സമിതി അധ്യക്ഷൻ കൂടിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇന്നലെ രംഗത്ത് വന്നത്. ഇന്നിപ്പോൾ ഇതാ അടുത്തയാളും എത്തുന്നു. ശശി തരൂർ പാർട്ടിയെ ചവിട്ടി മെതിക്കരുതെന്നും പാർട്ടിക്ക് വിധേയനായിരിക്കണമെന്നും തിരുവഞ്ചൂർ പറഞ്ഞു. അന്തർദേശീയ രംഗത്ത് ഏത് തലം വരെയും വേണമെങ്കിലും അദ്ദേഹത്തിന് പോകാം എന്നുള്ളതുകൊണ്ടും അതിന് പാർട്ടിയുടെ അംഗീകാരവും അനുമതിയും വാങ്ങണമെന്നുള്ളതുകൊണ്ടും പറയുന്നു. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അംഗമെന്ന നിലയിൽ അദ്ദേഹം പ്രാഥമിക ഉത്തരവാദിത്തം നിറവേറ്റിയേ മതിയാകൂ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാ കാര്യങ്ങളും പാർട്ടിയെ അറിയിക്കണമെന്നും പറയുന്നുണ്ട്. പാർട്ടിയെ തള്ളിപ്പറഞ്ഞ് മുന്നോട്ട് പോകുന്നത് ശരിയല്ലെന്നും തിരുവഞ്ചൂർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അംഗമെന്ന നിലയിൽ തരൂർ എല്ലാ കാര്യങ്ങളും പാർട്ടിയെ അറിയിക്കണം. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആക്രമിക്കപ്പെടുന്നു. KC വേണുഗോപാൽ ചുമതലകളിൽ നേട്ടം തന്നെ കൊയ്യുമ്പോൾ മൗനം പാലിക്കുന്നു. ചെറിയ പാളിച്ചകൾ വരുമ്പോൾ KCയെ വിമർശിക്കുന്നു. KC ദേശീയ തലത്തിൽ കേരളത്തിന്റെ മുഖമാണ്. മലയാളികളുടെ അന്തസ്സാണ് KC വേണുഗോപാൽ എന്നും തിരുവഞ്ചൂർ കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയിരുന്നു. അക്കൂട്ടത്തിലാണ് ഇദ്ദേഹം തരൂരിനെതിരെയും കഴിഞ്ഞ ദിവസം പറഞ്ഞത്. തരൂർ ഇത്തരത്തിൽ തീരുമാനമെടുക്കാൻ ആരാണ് അങ്ങേയെടുത്ത് പറഞ്ഞത്? അല്ലെങ്കിൽ ഇത് ചെയ്യണമെന്ന് ആരോടത്തെങ്കിലും ആലോചിച്ചിരുന്നു? അതിനപ്പുറത്തേക്കുള്ള അമിത ഇടപെടലാണിതെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊന്നും നടത്തുന്നില്ല. KC സംഘടന ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം കേരളത്തിൽ പാർട്ടിയിൽ തർക്കങ്ങൾ കുറഞ്ഞുവെന്ന് പറയുന്നിടത്ത് തന്നെ വീണ്ടും കോൺഗ്രസിനുള്ളിൽ ഭിന്നത വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി തരുന്ന വാക്കുകൾ കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായത്. സർവകക്ഷി സംഘത്തെ നയിക്കാൻ സന്നദ്ധയെ അറിയിച്ച് ശശി തരൂർ MPയുടെ നിലപാടിനെ അഭിനന്ദിച്ച് KPCCയിലെ പ്രമുഖർ രംഗത്ത് വന്നിരുന്നു. AICC അംഗീകരിച്ച കേന്ദ്രത്തിന് കൈമാറിയ പട്ടികയിലുള്ളവരെ വെട്ടിയാണ് കേന്ദ്ര സർക്കാർ ശശി തരൂരിനെ BJP സർക്കാർ സർവകക്ഷി സംഘത്തിന്റെ തലവനാക്കിയതെന്ന് പറയാം. അതിനാൽ ജയറാം രമേശ് ഉൾപ്പെടെയുള്ള AICC വക്താക്കൾ തരൂരിന്റെ തീരുമാനത്തെ വിമർശിക്കുകയുണ്ടായി. എന്നിരുന്നാലും ഒരു തക്കം ആൾക്കാർ കോൺഗ്രസിനുള്ളിൽ തന്നെ തരൂരിന് വേണ്ടി സംസാരിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും കോൺഗ്രസ് ഇപ്പോൾ രണ്ടായി പിളർന്നു തുടങ്ങിയെന്ന്. ഇത് തന്നെയായിരുന്നു മോദിയുടെ ലക്ഷ്യമെന്നതാണ് ചിന്തിക്കേണ്ട ഒരു കാര്യം. ഇതിനിടയിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാടിന് വിരുദ്ധമായി KPCC വക്താവിന്റെ പ്രസ്താവന ഇറക്കിയതോടെ തീർന്നു. കാര്യങ്ങളെല്ലാം മാറി. സംഗതി പാളിയെന്ന് മനസ്സിലായതോടെ ഔദ്യോഗികമായി ഒന്നും പറഞ്ഞിട്ടില്ലെന്നും ദേശീയ പ്രശ്നമാണെന്നും പറഞ്ഞ നേതാക്കൾ തടിതപ്പുകയായിരുന്നു. അഭിമാനത്തോടെയാണ് കേന്ദ്ര സർക്കാരിന്റെ ക്ഷണത്തെ ഞാൻ കാണുന്നതെന്നായിരുന്നു ശശി തരൂർ തിരുവനന്തപുരത്ത് വെച്ച് പ്രതികരിച്ചത്. ഇതിനിടയിലാണ് KPCCയിൽ നിന്നും തരൂരിനെതിരെ വിമർശനവുമായി തിരുവഞ്ചൂരും എത്തിയത്. രണ്ടും ഏകദേശം ഒരേ സമയത്ത് എത്തിയതോടെ തന്നെ കോൺഗ്രസിനുള്ളിൽ തന്നെ ഭിന്നത വളരെയധികം തന്നെ നന്നായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ശശി തരൂരിന് ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം താങ്ങായി നിന്നത് പാർട്ടിയാണ്, അത് കോൺഗ്രസ് ആണ് എന്നും അത് മറക്കരുതെന്നുമാണ് കോൺഗ്രസിൽ നിന്നുകൊണ്ട് ശശി തരൂരിനെതിരെ പറയുന്നവരെല്ലാവരും ആദ്യം ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ്.